വെബ് ഡിസൈനിങ് യൂസിങ് HTML എന്ന 4ാമത്തെ ചാപ്റ്ററിലെ 2ാമത്തെ സെഷനിലേക്ക് അഥവാ 2ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നാം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിങ്ക്സ് ഇൻ HTML വ്യത്യസ്ത തരത്തിലുള്ള ലിങ്കുകളെ കുറിച്ചാണ്. ക്രിയേറ്റിംഗ് ലിങ്ക്സ്. Hyperlinks are used to move from one web page to another web page or another section or websites. ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് മൂവ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ രണ്ട് വെബ് പേജുകളെ ലിങ്ക് ചെയ്യാൻ, അതല്ലെങ്കിൽ ഒരു വെബ് പേജിലെ തന്നെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ, അതല്ല എങ്കിൽ ഒന്നിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യാൻ, ഇതിനു വേണ്ടിയിട്ടൊക്കെയാണ് ലിങ്ക്സ് യൂസ് ചെയ്തിട്ടുള്ളത് അഥവാ ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്തിട്ടുള്ളത്. മീൻസ് ഇറ്റ് അലൗ വിസിറ്റേഴ്സ് ടു നാവിഗേറ്റ് ബിറ്റ്വീൻ വെബ് പേജസ് ബൈ ക്ലിക്കിംഗ് ഓൺ വേർഡ്സ്, ഇമേജസ് എക്സെട്ര. വേർഡ്സിൽ അല്ലെങ്കിൽ ഇമേജസിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു വെബ് പേജിൽ നിന്ന് അങ്ങോട്ട് രണ്ടാമത്തെ വെബ് പേജ്, അതുപോലെ തന്നെ തിരിച്ച് ആ വെബ് പേജിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ ഇങ്ങനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക്സ് യൂസ് ചെയ്യുന്നത്. ടാഗ് ഫോർ ഹൈപ്പർ ലിങ്ക് ഈസ് എ എന്ന് പറയുന്ന ടാഗാണ് ഹൈപ്പർ ലിങ്കിന് വേണ്ടി ഉപയോഗിക്കുന്നത്. എ സ്റ്റാൻഡ് ഫോർ ആങ്കർ. ആങ്കർ എന്നുള്ളതാണ് എയുടെ ഫുൾ ഫോം. എ ഫോർ ആങ്കർ. ആട്രിബ്യൂട്ട് ഈസ് HREF, ഹൈപ്പർ ലിങ്ക് റെഫറൻസ്. എ ടാഗിൻ്റെ ആട്രിബ്യൂട്ടാണ് HREF, അതിന് ഫുൾ ഫോം ഹൈപ്പർ ലിങ്ക് റെഫറൻസ്. എക്സാമ്പിൾ ഇവിടെ നോക്കാം. എ ടാഗ്, അതിൻ്റെ ആട്രിബ്യൂട്ട് HREF, അതിൻ്റെ വാല്യൂ ആയിട്ടാണ് OD.HTML എന്ന് വന്നിട്ടുള്ളത്. ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ORD.HTML എന്ന ഡോക്യുമെൻറ്റിലേക്ക് അല്ലെങ്കിൽ എന്ന വെബ് പേജിലേക്ക് മൂവ് ചെയ്യുക എന്നതാണ് ഇതിൽ നിന്ന് നാം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫസ്റ്റ്, ഇന്റേണൽ ലിങ്കിങ്. Linked to a particular section of the document is called internal linking. ഒരു വെബ് പേജിലെ തന്നെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇന്റേണൽ ലിങ്കിങ്. അല്ലെങ്കിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നാം ഇന്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ദ മെയിൻ ആട്രിബ്യൂട്ട് ഫോർ ഇന്റേണൽ ലിങ്ക് ഈസ് നെയിം. നെയിം എന്ന് പറയുന്നതാണ് ഇന്റേണൽ ലിങ്കിൽ നാം ഉപയോഗിക്കുന്ന ഒരു മെയിൻ ആട്രിബ്യൂട്ട്. This is used to identify the section of the document. ഏത് സെക്ഷനിലേക്ക് മൂവ് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടാണ് നെയിം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇതാ HREF ഇൻട്രഡക്ഷൻ. ഇപ്പോൾ ഇവിടെ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നെയിം ഈക്വൽ ടു ഇൻട്രഡക്ഷൻ. ഇതാ ഇവിടുത്തെ ഈ ഇൻട്രഡക്ഷൻ എന്ന് പറയുന്ന അങ്ങോട്ട് മൂവ് ചെയ്യുക എന്ന് പറയും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ നെയിം ഇൻട്രഡക്ഷൻ ഭാഗത്തേക്കാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്കിത് മനസ്സിലാവുന്നതാണ്. പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, അതുമായി ബന്ധപ്പെട്ടുള്ളത് ഒരു വെബ് പേജാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇത് കമ്പ്യൂട്ടറിനെ പറ്റിയുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞു. പിന്നെ വേരിയസ് ഫങ്ഷണൽ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ ആർ. ഒന്ന് ഇൻപുട്ട് ഡിവൈസസ്. അപ്പോൾ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടോ AHREF ഈക്വൽ ടു ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് എന്നുള്ള എവിടെയാണോ നെയിം എ എന്ന് പറയുന്ന ടാഗിന് എന്ന് പറയുന്ന ടാഗിൻ്റെ ആട്രിബ്യൂട്ട് നെയിമിൽ ഇൻപുട്ട് എന്ന് കൊടുത്തിട്ടുള്ള അങ്ങോട്ട് ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് അങ്ങോട്ട് ജമ്പ് ചെയ്യും. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻപുട്ട് എന്ന് പറയുന്ന നെയിം എവിടെയാണോ കൊടുത്തത് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം നെയിം ഈക്വൽ ടു ഇൻപുട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇങ്ങോട്ടാണ് എന്ത് ചെയ്യുക, ജമ്പ് ചെയ്യും, ആ സെക്ഷനിലേക്ക് മൂവ് ചെയ്യും. അതുപോലെ തന്നെ HREF ഇവിടെ എന്താണോ കൊടുത്തിട്ടുള്ള ഔട്ട്പുട്ട്, അപ്പോൾ അതേ രീതിയിൽ എവിടെയാണോ നെയിമിന് ഔട്ട്പുട്ട് എന്ന് കൊടുത്തിട്ടുള്ളത് അവിടേക്ക് ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഔട്ട്പുട്ട് ഡിവൈസസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്യും. അവിടെ തന്നെ ഇത് ക്ലോസും ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത്. റണ്ണ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇൻപുട്ട് ഡിവൈസ്, ഔട്ട്പുട്ട് ഡിവൈസ്. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് എന്നുള്ള ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ആർ, അപ്പോൾ അങ്ങോട്ട് മൂവ് ചെയ്തു. ഇനി തിരിച്ച് നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ നോക്കാം.
ഔട്ട്പുട്ട് ഡിവൈസസ് ആർ ഇങ്ങോട്ട് ജമ്പ് ചെയ്തു. ഇങ്ങനെ ഒരു സെക്ഷനിൽ നിന്ന് മറ്റൊരു സെക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എക്സ്റ്റേണൽ ലിങ്കിങ്. ലിങ്ക് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ് ഈസ് നോൺ ആസ് എക്സ്റ്റേണൽ ലിങ്കിങ്. ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് ലിങ്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ ലിങ്കിങ് എന്ന് പറയുന്നത്. ഫോർ എക്സ്റ്റേണൽ ലിങ്കിങ് ആൾസോ വി ആർ യൂസിങ് ദ ടാഗ് എ എന്നുള്ള ടാഗ് തന്നെയാണ് എക്സ്റ്റേണൽ ലിങ്കിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് HREF, വാല്യൂ ഇവിടെ കൊടുത്തിട്ടുള്ള URL യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ അഥവാ വെബ് പേജ് അഡ്രസ്. ഇവിടെ ക്ലിക്ക് ഹിയർ, ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് ക്ലിക്ക് ഹിയർ എന്നാണ്. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ URL ഏത് അഡ്രസ്സാണോ, ഏത് വെബ് പേജിൻ്റെ അഡ്രസ്സാണോ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അങ്ങോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുക. ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ടാഗ്. URL സ്റ്റാൻഡ്സ് ഫോർ യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ, മീൻസ് ദ വെബ് അഡ്രസ്. ഏത് വെബ് പേജിലേക്കാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, URL നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. There are two types of URL, റിലേറ്റീവ് അഡ്രസ് ആൻഡ് അബ്സല്യൂട്ട് അഡ്രസ്. രണ്ട് URL ഉണ്ട്, മീൻസ് രണ്ട് രീതിയിൽ നമുക്ക് URL സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഒന്ന് റിലേറ്റീവ് അഡ്രസ്സായിട്ടും രണ്ടാമത്തെ അബ്സല്യൂട്ട് അഡ്രസ്സായിട്ടും. അബ്സല്യൂട്ട് അഡ്രസ് മീൻസ് വി ആർ സ്പെസിഫൈങ് ഫ്രം ദ ബേസ് ഡയറക്ടറി ഓർ ഫ്രം ദ ഡ്രൈവിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ വിൻഡോസൊക്കെ നമ്മൾ ഡ്രൈവ് വെച്ചിട്ടാണ് പറയുക. ഇവിടെ നോക്കുക, AHREF = D ഡ്രൈവിലെ HTML ഫോൾഡറിലെ ORD.html ഇവിടെ നമ്മൾ എൻ്റർ പാത്ത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതിനെയാണ് അബ്സല്യൂട്ട് അഡ്രസ്സ് എന്ന് പറയുക. ഒരു ഫോൾഡറിൽ തന്നെയുള്ള മറ്റൊരു വെബ് പേജിലേക്കാണെങ്കിൽ ആ വെബ് പേജിൻ്റെ പേര് സ്പെസിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നമുക്ക് എൻ്റർ പാത്തിൻ്റെ ആവശ്യമില്ല. അങ്ങനെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റിലേറ്റീവ് അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇവിടെയും വേണമെങ്കിൽ നമുക്ക് എൻ്റർ പാത്ത് കൊടുക്കാം, തെറ്റൊന്നുമില്ല. അപ്പോൾ അതിനെ അബ്സല്യൂട്ട് അഡ്രസ്സ് എന്നാണ് അറിയപ്പെടുക. അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. അടുത്തത് നമുക്ക് എക്സ്റ്റേണൽ ലിങ്കിങ് മീൻസ് ലിങ്ക് ഫ്രം വൺ വെബ് പേജ് ടു അനദർ വെബ് പേജ്. ഇപ്പോൾ ഇവിടെ ഒരു വെബ് പേജ് തന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് സ്കൂളിൻ്റെ പേരും കോഴ്സസ് എന്ന് പറയുന്ന ഒരു ലിങ്കും തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, H3 ഹെഡിങ് സൈസ് 3 കോഴ്സസ് എന്ന് ഡിസ്പ്ലേ ചെയ്യും. അവിടെ തന്നെ അപ്പോൾ അവിടെ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് AHREF course.html. ക്ലിക്ക് ഹിയർ. ഈ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് course.html ഇവിടെ പേര് നോക്കേണ്ട അതേ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ മീൻസ് ഈ വെബ് പേജിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കറിയാം കോഴ്സ് സയൻസ്, കമ്പ്യൂട്ടർ സയൻസ്, കൊമേഴ്സ്. ഇപ്പോൾ ഒന്നാമത്തെ നമുക്ക് എന്ത് ചെയ്യാം, റൺ ചെയ്യാം. ഒന്നാമത്തേത് ഇതാ റൺ ചെയ്തു. ഇവിടെ കോഴ്സസ് എന്നുള്ളതിന് താഴെ ക്ലിക്ക് ഹിയർ എന്നുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടാമത്തെ കോഴ്സ് എന്ന് പറയുന്ന വെബ് പേജിലേക്ക് മൂവ് ചെയ്തു. തിരിച്ച് നമുക്ക് ഹോം പേജിലേക്ക് മൂവ് ചെയ്യുന്ന ഇവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഹോമിലേക്ക് തന്നെ പോയി. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ടാമത്തതിൽ ഇവിടെ ഞാൻ കൊടുത്തു AHREF course.html രണ്ടാമത്തെ പേര് കൊടുത്തു. അപ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന സമയത്ത് course.html എന്നത് ഇതിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മൂവ് ചെയ്യുന്നത്. അതുപോലെ തന്നെ course.html AHREF unlist.html അതിലേക്ക് മൂവ് ചെയ്യുക. ഏതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഹോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ. അതാണ് ഒന്നും കൂടി നമുക്ക് റൺ ചെയ്യാം. ഹോമിൽ ക്ലിക്ക് അങ്ങോട്ട് പോയി തിരിച്ച്. അതാ പറഞ്ഞത് ലിങ്ക്സ് ആർ യൂസ്ഡ് ടു നാവിഗേറ്റ് ബിറ്റ്വീൻ വെബ്സൈറ്റ് ഓർ വെബ് പേജസ്. വെബ് പേജസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിച്ചിട്ടുള്ളത്, ലിങ്ക്സ് യൂസ് ചെയ്തിട്ടുള്ളത്. ലിങ്കിങ് ടു അതർ വെബ്സൈറ്റ്, മറ്റൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യാം. ഫോർ ലിങ്കിങ് ടു അതർ വെബ്സൈറ്റ് അനദർ വെബ്സൈറ്റ് വി ആർ യൂസിങ് A ടാഗ് വിത്ത് HREF ആട്രിബ്യൂട്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് A തന്നെയാണ്, അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ആട്രിബ്യൂട്ടും HREF. ആ സമയത്ത് നമ്മൾ വാല്യൂ എന്തായിരിക്കും, HREFൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ ആ വെബ്സൈറ്റിൻ്റെ നെയിമാണ് സ്പെസിഫൈ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ നമ്മളുടെ ഹയർ സെക്കൻഡറിയുടെ ഒഫീഷ്യൽ നമ്മുടെ ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സാണ് DHSC കേരള. അപ്പോൾ A_HREF എന്ത് ചെയ്തിട്ടുണ്ട്, www.dhsekerala.gov.in ഇതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കിയൊന്നുമില്ല, ജസ്റ്റ് അത് തന്നെ നെക്സ്റ്റ് ലിങ്കിന് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം.
കോഡ് ഇപ്പോൾ എക്സ്റ്റേണൽ ലിങ്കിങ്ങിൽ ലിങ്ക് ടു അനദർ വെബ്സൈറ്റ്, മറ്റൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് ചെയ്യാനുള്ള കോഡാണ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിച്ചാലറിയാം, വെബ് ഓഫ് DHC AHREF ഈക്വൽ ടു HTTP ഹൈപ്പർടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. എന്നിട്ട് അതിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, www.dhsckerala.gov.in. നമ്മുടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റിൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സാണ്. അപ്പോൾ ഇവിടെ ഇവിടെ DHC എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ DHC എന്നുള്ളതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്, അതിന് മുകളിലാണ്. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ വെബ് പേജിൽ നിന്നും നമ്മൾ ആ വെബ്സൈറ്റ് അഡ്രസ്സിലേക്ക് മൂവ് ചെയ്യുന്നതാണ്. ശ്രദ്ധിക്കുക, റൺ ചെയ്ത് നോക്കാം. വെബ് ഓഫ് DHC എന്നുണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് കൊടുക്കാം, വെബ്സൈറ്റിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ അതും കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തു, ലോഡാവുന്ന നിങ്ങൾ കാണാൻ പറ്റും, അതിലേക്ക് ലോഡ് ചെയ്തു. ഇങ്ങനെ ഒരു വെബ് പേജിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് മറ്റൊരു വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക്സ്. ഇമേജസ് ആർ യൂസ്ഡ് ടു ഹൈപ്പർ ലിങ്ക് നോൺ ആസ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് വെച്ചാൽ നമ്മൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നതിന് പകരം ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് അതല്ലെങ്കിൽ വെബ്സൈറ്റിലേക്ക് മൂവ് ചെയ്യാം. ബൈ ക്ലിക്കിംഗ് on an image we can move from one web page to another web page or another website. that is known as graphical hyperlink. അതിനെ നമ്മൾ ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. കോഡ് ഇവിടെ തന്നിട്ടുണ്ട്, ശ്രദ്ധിക്കുക. AHREF അതിനുപയോഗിക്കുന്നത് ടാഗ് തന്നെയാണ്. HREF എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ട വെബ് പേജ്, അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്നിട്ട് ഇമേജ്, കാരണം ഇമേജിൽ ക്ലിക്ക് ചെയ്താലാണ് മൂവ് ചെയ്യുക. ഇമേജ് നമ്മൾ നേരത്തെ ഇവിടെ ടെക്സ്റ്റ് ആയിരുന്നു എഴുതി കൊടുത്തിരുന്നത്, അതിന് പകരം ഇവിടെ ഇമേജാണ് കൊടുക്കേണ്ടത്. ഇമേജ് IMG, ആ ഇമേജ് ഏത് ഇമേജാണോ ഡിസ്പ്ലേ ചെയ്യാനുള്ളത് അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈസ്, വിഡ്ത്ത്, ഹൈറ്റ് ഇവിടെ കൊടുത്തു. അങ്ങനെ ഒരു ഇമേജ് ഇല്ല എങ്കിൽ അതിനാണ് ആൾട്ട് എന്നുള്ള ആട്രിബ്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ഇമേജസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനത്തെ ഒരു ഇമേജ് ഇല്ലെങ്കിൽ എന്താണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത്, എന്ത് ഇൻഫർമേഷനാണോ ഡിസ്പ്ലേ ചെയ്യേണ്ടത് അതാണ് ഇവിടെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇമേജ് കനോട്ട് ഡിസ്പ്ലേ. നമുക്കറിയാം ഇമേജ് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന്, എന്ത് വേണമെങ്കിലും നമുക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അത് കൊടുത്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. ഇതിനാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇമേജ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ട് ഒരു വെബ് പേജിൽ നിന്ന് മറ്റൊരു വെബ് പേജിലേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഉപയോഗിക്കുന്നതിനെയാണ് ഗ്രാഫിക്കൽ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇമേജിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുക. നെക്സ്റ്റ്, creating email links. The tag A is used with hyperlink protocol mail to mail to is used to create email links. Email links create ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഹൈപ്പർലിങ്ക് പ്രോട്ടോക്കോളാണ് മെയിൽ ടു. ഇവിടെ ശ്രദ്ധിക്കുക, ക്രിയേറ്റ് എ ഇമെയിൽ ലിങ്ക് ടു KV to നസറുൽ. എൻ്റെ മെയിൽ ID ആണ് കൊടുത്തിട്ടുള്ളത് AHREF ഈക്വൽ ടു മെയിൽ ടു ദ ഹൈപ്പർലിങ്ക് പ്രോട്ടോക്കോൾ. എന്നിട്ട് ഡബിൾ കോഡ്സിൽ എന്ത് കൊടുക്കുക, ഏതാണോ ഇമെയിൽ ID ഉള്ളത്, ഏതാണ് ഇമെയിൽ ID അതിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റൺ ചെയ്യുന്ന സമയത്ത് നസ്രുൽ ഇസ്ലാം എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലേക്കാണ് എന്ത് ചെയ്യുക, മെയിൽ നമുക്ക് ഫോർവേഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിലേക്ക് നമുക്ക് ആ മെയിൽ IDയിലേക്ക് നമുക്ക് മെയിൽ സെൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇവിടെ ക്രിയേറ്റിംഗ് ഇമെയിൽ ലിങ്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു ടു ആൾ.